ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. മഗ്ദലീൻ നിർവൃതി എന്നതാണ് ഈ വീഡിയോ പോഡ്കാസ്റ്റ്. 2025 ഈസ്റ്റർ ദിന പോഡ്കാസ്റ്റായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലെ ഇറ്റലിയിലെ പ്രശസ്തനായ ചിത്രകാരനായിരുന്ന കരവാജിയോ വരച്ച മേരി മഗ്ദലൈൻ ഇൻ എക്സ്റ്റസി എന്ന എണ്ണച്ചായ ചിത്രത്തിൻ്റെ ഒറിജിനൽ ഈ ദുഃഖവെള്ളി ഈസ്റ്റർ ദിനങ്ങളിൽ ഡൽഹിയിൽ പ്രദർശനത്തിന് വന്നിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് കരവാജിയോയുടെ ഒരു ഒറിജിനൽ ഇന്ത്യയിലെത്തുന്നത് തന്നെ. ദുഃഖവെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ ആ ചിത്രം കാണാനായി ഡൽഹിയിലെ കിരൺ നാടാർ മ്യൂസിയം ഓഫ് ആർട്ടിൽ പോയത്. ആ ദൃശ്യാനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഈ ഈസ്റ്റർ ദിന വീഡിയോ പോഡ്കാസ്റ്റിൽ ഞാൻ ശ്രമിക്കുന്നത്. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് പതിവായി ദില്ലി ദാലി പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന അഭ്യർത്ഥന ഒന്നുകൂടി വയ്ക്കുകയാണ്. ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. മഗ്ദലീൻ നിർവൃതി എന്ന വീഡിയോ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. 1606 കരവാജിയോ വരച്ച എണ്ണച്ചായ ചിത്രമാണ് മഗ്ദലീൻ നിർവൃതി. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ ആദ്യമായി എനിക്ക് പറയുവാനുള്ളത്, അന്നേ വരെ വരച്ച മഗ്ദലന മറിയത്തിൻ്റെ ചിത്രങ്ങളിൽ നിന്നുമുള്ള, അതായത് ബൈബിൾ സംബന്ധമായി അന്നേ വരെ വരയ്ക്കപ്പെട്ട മഗ്ദലന മറിയത്തിൻ്റെ ചിത്രങ്ങളുമായിട്ടുള്ള പൂർണ്ണമായൊരു വിടുതൽ ഈ ചിത്രത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ചരിത്രപരമായി ഈ ചിത്രത്തിനുള്ള ഏറ്റവും വലിയ പ്രാധാന്യം. രണ്ടാമത്തെ ഒരു പ്രാധാന്യം, ഈ ചിത്രം വരയ്ക്കപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 404 കൊല്ലങ്ങളോളം കാലം ഈ ചിത്രം എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇതൊരു സ്വകാര്യ ശേഖരത്തിൽ ആരും അറിയാതെ കിടക്കുകയായിരുന്നു. ഈ ചിത്രം രണ്ടാമത് കണ്ടെത്തപ്പെടുന്നത് 2014 മാത്രമാണ്. അതിനുശേഷം റീസ്റ്റോർ ചെയ്യപ്പെട്ട ഈ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ചിത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മഗ്ദലീൻ നിർവൃതി എന്ന ഈ പ്രശസ്തമായ എണ്ണച്ചായ ചിത്രത്തിൻ്റെ രണ്ടാമത്തെ ചരിത്ര പ്രാധാന്യം. ചിത്രത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ കരവാജിയോ എന്ന മഹാനായ ചിത്രകാരനെക്കുറിച്ച് ആമുഖമായി കുറച്ച് വാക്കുകൾ പറയുകയാണ്. 1571 ജനിച്ച് 1610 അന്തരിച്ച മൈക്കലാഞ്ചലോ മെറീസി ഡാ കരവാജിയോ യൂറോപ്യൻ ചിത്രകലാരംഗത്തെ എക്കാലത്തെയും വിപ്ലവകാരികളായ ചിത്രകാരന്മാരിൽ ഒരാളാണ്. ഇറ്റലിയിലെ മിലാനിൽ പരിശീലനം നേടിയ അദ്ദേഹം 17-ാം നൂറ്റാണ്ടിലുടനീളം ഇറ്റലിയിൽ വളരെ സജീവമായി നിലനിന്നിരുന്ന കലാസാന്നിധ്യവും പ്രതിഭാസാന്നിധ്യവും ആയിരുന്നു. നിഴലും വെളിച്ചവും അതിൻ്റെ അപാരമായ സാധ്യതകളോടുകൂടി പ്രകാശിപ്പിക്കപ്പെടുന്ന നിറചാതുരി ആയിരുന്നു കരവാജിയോയുടെ പ്രതിഭ. ബറോക്ക് ചിത്രകലാപാരമ്പര്യത്തിലാണ് ഈ ചിത്രം ഉൾപ്പെട്ടിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും യൂറോപ്പിൽ വളരെ സജീവമായിരുന്ന ഒരു ചിത്രകലാ സങ്കേതമായിരുന്നു ഈ ബറോക്ക് ചിത്രരചന രീതി എന്ന് പറയുന്നത്. 1593 അന്നിബാലെ കറാഖി വരച്ച ക്രിസ്തുവിൻ്റെ ഉയിർപ്പ്, കരവാജിയോയുടെ തന്നെ 1602-1604 ദ കോളിംഗ് ഓഫ് സെയിൻറ്റ് മാത്യു, പോൾ റോബിൻസിൻ്റെ 1615 ദ 4 കോണ്ടിനൻസ്, നിക്കോളാസ് പോസിൻ്റെ 1634 വരച്ച ദ റേപ്പ് ഓഫ് ദി സെബൈൻ വുമൻ എന്ന പെയിൻറ്റിങ്, റെംബ്രാൻഡിൻ്റെ 1642 ദ നൈറ്റ് വാച്ച് തുടങ്ങിയ നിരവധി തരംഗ സൃഷ്ടികളായ ചിത്രങ്ങളാണ് ഈ ബറോക്ക് ചിത്രരചനാ സങ്കേതത്തിൻ്റെ പ്രഖ്യാത കാലത്ത് ഉണ്ടായത് യൂറോപ്പിൽ. ആ ശ്രേണിയിലുള്ള ഒരു ഉദാത്തമായ രചനയാണ് ഇപ്പോൾ ഇന്ത്യ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന മഗ്ദലീൻ നിർവൃതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മേരി മഗ്ദലൈൻ ഇൻ എക്സ്റ്റസി എന്ന് പറയുന്ന ഈ പ്രശസ്തമായ പെയിൻറ്റിങ്. കരവാജിയോയുടെ ജീവിതം എന്ന് പറയുന്നത് സംഘർഷഭരിതമായിരുന്ന ഒരു ജീവിതമായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ചിത്രരചന, സജീവമായ ചിത്രരചന നടക്കുമ്പോൾ തന്നെ നിരന്തരമായി ഒളിവ് ജീവിതവും നിരന്തരമായി ജയിൽവാസവും, അദ്ദേഹം ഒരു കൊലപാതകത്തിൽ തന്നെ പ്രതിയായിരുന്നു, കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ടയാളായിരുന്നു, നിരന്തരമായ സംഘർഷങ്ങളിലൂടെ കടന്നുപോയ ഒരു പ്രതിഭാശാലിയുടെ ജീവിതം തന്നെയായിരുന്നു കരവാജിയോയുടെ ജീവിതം എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചിത്രം കാണുന്ന രീതിയിൽ. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു കൊലപാതക കുറ്റത്തിന് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ഒളിവിൽ താമസിക്കുന്ന സമയത്താണ് ഈ മഗ്ദലിൻ നിർവൃതി എന്ന് പറയുന്ന ഈ ചിത്രം വരച്ചത് എന്നതുകൂടി നാം ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. മഗ്ദലിൻ നിർവൃതിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റു ചില ചിത്രങ്ങൾ കാണാം. കരവാജിയോയുടെ ചിത്രങ്ങളെക്കുറിച്ചും യൂറോപ്യൻ ചിത്രകലാ പാരമ്പര്യത്തിനെക്കുറിച്ചും ചിത്രകലാ ചരിത്രത്തെക്കുറിച്ചും അറിയാവുന്നവർക്ക് സുപരിചിതമാണ് കരവാജിയോയുടെ എല്ലാ ചിത്രങ്ങളും തന്നെ. അത് ഞാൻ ഈ പറയുന്ന പല ഇൻഫർമേഷനും ഈ ചിത്രകലാ ചരിത്രം അറിയാവുന്നവർക്ക് പരിചിതമാണ്. പക്ഷേ ദിലീദാലിയുടെ ശ്രോതാക്കളിലും ഈ പ്രോഗ്രാം കാണുന്നവരിലും ഒരു വലിയ വിഭാഗത്തിന് ഒരുപക്ഷേ കരവാജിയോയെക്കുറിച്ച് അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായിട്ട് ഇത്തരം വൃത്താന്തങ്ങൾ കൂടി നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. കരവാജിയുടെ ചില ചിത്രങ്ങൾ നമുക്ക് ഈ മഗ്ദലിൻ നിർവൃതി എന്ന് പറയുന്ന ഇത്തവണ പ്രസക്തമായ ഈ പോഡ്കാസ്റ്റിൽ പ്രസക്തമായിട്ടുള്ള ചിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മറ്റ് ചില ചിത്രങ്ങൾ നമുക്ക് കാണാം. ആദ്യമായിട്ട് ദാവീദും ഗോലിയാത്തും എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രത്തിലെ ഗോലിയാത്തിൻ്റെ ശിരസ്സായിട്ട് അദ്ദേഹം വരച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സെൽഫ് പോർട്രേറ്റ്, അദ്ദേഹത്തിൻ്റെ ആത്മഛായയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഗോലിയാത്തായിട്ട് മാത്രമല്ല, മറ്റു സന്ദർഭങ്ങളിലും അദ്ദേഹം സെൽഫ് പോർട്രേറ്റായിട്ട് മറ്റ് ക്യാൻവാസുകളിൽ, മറ്റ് ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട് എന്നതും നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഡെറിക് ജെർമാൻ സംവിധാനം ചെയ്ത കരവാജിയോയുടെ ഒരു ബയോപിക് ഉണ്ട്, ഒരു ജീവചരിത്ര ചലച്ചിത്രം, സിനിമ ഉണ്ട്. 1986 റിലീസ് ചെയ്ത ചിത്രമാണ്. ഈ വീഡിയോ പോഡ്കാസ്റ്റ് കണ്ടതിന് ശേഷം അവസരം കിട്ടിയാൽ നിർബന്ധമായും കരവാജിയോ എന്ന ബയോപിക് കാണണമെന്ന് ഞാൻ ദിലീദാലിയുടെ ശ്രോതാക്കളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആ ജീവിതത്തിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ആ ചലച്ചിത്രം തീർച്ചയായിട്ടും പ്രയോജീഭവിക്കും. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഡൽഹിയിലെ കിരൺ നാടാർ മ്യൂസിയത്തിൽ ഏപ്രിൽ 18 മുതൽ മെയ് 18 വരെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന മേരി മഗ്ദലെയിൻ ഇൻ എക്സ്റ്റസി, മഗ്ദലിൻ നിർവൃതി എന്ന് പറയുന്ന ഈ എണ്ണച്ചായ ചിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ 1606 വരച്ച ഈ ചിത്രം ഏതാണ്ട് 404 വർഷങ്ങളോളം ആരും കാണാതെ കിടന്നു. 2014 ഈ ചിത്രം പുറം ലോകം ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പലപ്പോഴും ഇതിൻ്റെ പകർപ്പുകൾ വരച്ചിട്ടുണ്ട്. അത് അക്കാലത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഈ ഒറിജിനൽ എവിടെ പോയി എന്ന് അറിയില്ലായിരുന്നു. 2014 ഈ ചിത്രം പുറത്തു വന്നതിന് ശേഷം കരവാജിയോ വിദഗ്ധർ, ഗവേഷകർ വളരെ ആഴത്തിൽ പഠിച്ചതിന് ശേഷമാണ് ഇത് കരവാജിയോയുടെ തന്നെ ചിത്രമാണ് എന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മഗ്ദലയിലെ മേരി എന്നത് ക്രിസ്തു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്നാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മഗ്ദല എന്ന് പറയുന്നത് ഗലീലി കടൽ തീരത്തുള്ള ഒരു മുക്കുവ പട്ടണമോ ഗ്രാമമോ ആണ്. അവിടെ ജനിച്ച മേരിയാണ് മേരി ഓഫ് മഗ്ദലൈൻ എന്ന് അറിയപ്പെടുന്നത്, മഗ്ദലയിലെ മേരി എന്ന് അറിയപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ
4 സുവിശേഷങ്ങളിലെങ്കിലും ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ മഗ്ദലന മറിയവും ഉൾപ്പെടുകയും ക്രിസ്തുവിൻ്റെ കൂടെ നിരന്തരം യാത്ര ചെയ്യുകയും ചെയ്ത മഗ്ദലന മറിയത്തിനെക്കുറിച്ച് 4 സുവിശേഷങ്ങളിൽ എങ്കിലും പരാമർശം ഉള്ളതാണ്. അതുമാത്രമല്ല, ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണം നേരിട്ട് കാണുകയും ക്രിസ്തുവിൻ്റെ ഉയിർപ്പ് ആദ്യം കാണുകയും ചെയ്തത് മഗ്ദലയിലെ മേരിയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈ ഓർമ്മകളെല്ലാം, മഗ്ദലന മറിയത്തിനെക്കുറിച്ചുള്ള ഈ ഓർമ്മകളെല്ലാം നമ്മുടെ മനസ്സിലൂടെ പോകും കരവാജിയുടെ ഈ പ്രശസ്തമായ ചിത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ. ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആദ്യം കാണാൻ അവസരം കിട്ടിയത്, അല്ലെങ്കിൽ ആദ്യം കാണാനുള്ള അവസരം ക്രിസ്തു നൽകിയത് തന്നെ മേരി ഓഫ് മഗ്ദലേന ആയതുകൊണ്ടാണ് മഗ്ദലന മറിയത്തിനെ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല എന്ന് ചിലരെങ്കിലും വിളിച്ചു വരാറുള്ളത്. പാശ്ചാത്യ ചിത്രകലാ ചരിത്രത്തിൽ നിരവധി തരത്തിലുള്ള ചിത്രണങ്ങൾ മഗ്ദലന മറിയത്തിൻ്റേതായിട്ട് വന്നിട്ടുണ്ട്. അവയിൽ ചിലത് നമുക്കൊന്ന് കാണാം. മഗ്ദലൈൻ ഇൻ എക്സ്റ്റസി, മഗ്ദലീൻ നിർവൃതി എന്ന ചിത്രം കരവാജിയോ വരയ്ക്കുന്നത് അദ്ദേഹം റനൂസിയോ ടൊമസോനിയെ 1602 മെയ് 29 വധിച്ചതിന് ശേഷം ഒളിവിൽ കഴിയുന്ന കാലത്തായിരുന്നു. അത് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു ഇതിനു മുൻപ്. അക്കാലത്ത് ഇറ്റലിയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വിശ്വാസപ്രകാരം മഗ്ദലന ക്രിസ്തുവിൻ്റെ ഉയിർപ്പിന് ശേഷം ഒരു ഏകാന്ത ജീവിതം, ഒരു ഗുഹയിൽ ഒരു അസറ്റിക്കായിട്ട് ഒരു സന്യസ്ത ജീവിതം നയിക്കുകയായിരുന്നുവെന്നും വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുകയും പ്രാർത്ഥന മാത്രം ഭക്ഷണമായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അങ്ങനെ ജീവിക്കുകയും അങ്ങനെ മരിക്കുകയും ചെയ്തു മഗ്ദലന മറിയം എന്ന വിശ്വാസം അക്കാലത്ത് ഇറ്റലിയിൽ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, എല്ലാ ദിവസവും 7 പ്രാവശ്യം മാലാഖമാർ ഭൂമിയിലേക്ക് വന്ന് ജീവനോടുകൂടി മഗ്ദലന മറിയത്തിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും സ്വർഗത്തിൽ മഗ്ദലന മറിയത്തിന് ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാനുള്ള കാര്യങ്ങളെല്ലാം സ്വർഗത്തിൽ മാലാഖമാർ എല്ലാ ദിവസവും 7 പ്രാവശ്യം കേൾക്കുകയും മഗ്ദലന മറിയത്തിനെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു എന്നൊരു വിശ്വാസവും ഉണ്ടായിരുന്നു ഇറ്റലിയിൽ. ഈ മഗ്ദലന മറിയത്തിൻ്റെ നിർവൃതിയാണ്, ഈ സ്വർഗീയ അനുഭവത്തിൻ്റെ നിർവൃതിയാണ്, സ്വർഗയാത്രകളിൽ മഗ്ദലന മറിയം നിരന്തരം കേട്ടുകൊണ്ടിരുന്ന സ്വർഗീയ സംഗീതം ആസ്വദിക്കുന്ന എക്സ്റ്റസിയാണ്, നിർവൃതിയാണ് കരവാജിയോ ഈ ചിത്രത്തിൽ വരച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മേരി മഗ്ദലൈൻ ഇൻ എക്സ്റ്റസി, മഗ്ദലീൻ നിർവൃതി എന്ന് പറയുന്ന ഈ എണ്ണച്ചായ ചിത്രം ഞാൻ നേരിട്ട് കണ്ടു. വലിയ തിരക്കുകളൊന്നുമില്ലായിരുന്നു ദുഃഖവെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് ഞാൻ ഏതാണ്ട് 45 മിനിറ്റോളം ഈ ചിത്രത്തിൻ്റെ മുന്നിൽ ചിലവഴിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ ശ്രദ്ധിച്ചു. മഹാനായ ആ കലാകാരൻ്റെ വിരലോടിയ ക്യാൻവാസ് കാണുക തന്നെ ഊർജ്ജദായകമായ ഒരു കാര്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈ ചിത്രത്തിൻ്റെ വിശദാംശങ്ങൾ, ഈ ചിത്രത്തിൻ്റെ മേരി ഓഫ് മഗ്ദലന മറിയത്തിൻ്റെ വസ്ത്രധാരണം, അതൊക്കെ ഓരോ നിറം ഉപയോഗിച്ചിരിക്കുന്ന രീതി, ചുണ്ടുകളുടെ നിറം, കണ്ണുനീര് വരുന്ന ഭാഗം, കണ്ണിൻ്റെ അടുത്തുള്ള സമീപ പ്രദേശങ്ങളിൽ കൊടുത്തിരിക്കുന്ന പിങ്ക് നിറം, ഇതൊക്കെ എത്രമാത്രം എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഈ ചിത്രത്തിന് മുന്നിൽ നിന്നപ്പോൾ 2-3 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ പോയത്. ഒന്ന്, ഈ ബറോക്ക് ചിത്രകലാ പാരമ്പര്യത്തിലെ ലോക ചിത്രരചനാ സങ്കേതത്തിനെ തന്നെ അപ്പാടെ മാറ്റിമറിച്ച ഒരു ചിത്രകലാ സങ്കേതത്തിലെ അതിപ്രധാനമായ ഒരു ചിത്രം നേരിട്ട് കാണുവാൻ സാധിക്കുന്നതിലെ സന്തോഷം, പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച ദിവസം
ഇങ്ങനെ മഗ്ദലിൻ നിർവൃതി എന്ന് പറയുന്ന ചിത്രം കാണാൻ ഇടയായതിൻ്റെ ഒരു സന്തോഷം വളരെ വലുതായിരുന്നു. 2, ഈ ബറോക്ക് ചിത്രകലാ പാരമ്പര്യത്തിലുള്ള പ്രധാനപ്പെട്ട ചിത്രകാരന്മാരുടെ പേരുകളെല്ലാം ഞാൻ പറഞ്ഞു. ഇവരിൽ പല ആളുകളെയും കരവാജിയോ സ്വാധീനിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കരവാജിയോയ്ക്ക് ശേഷമുള്ള യൂറോപ്യൻ ചിത്രകാരന്മാരെ ഒന്നടങ്കം കരവാജിയോ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. രൂപപരമായ ഘടകങ്ങളിൽ കരവാജിയോ നടത്തിയ പരിഷ്കാരങ്ങളും വിപ്ലവകരമായ ശ്രമങ്ങളും അദ്ദേഹം ചെയ്ത പുതിയ നീക്കങ്ങളും അതെല്ലാം ലോക ചിത്രകലയെ തന്നെ പിൽക്കാലത്ത് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലൂടെ പോവുകയായിരുന്നു ഈ മനോഹരമായ ചിത്രത്തിന് മുന്നിൽ നിന്നപ്പോൾ. ദില്ലി ദാലിയുടെ ഈ വീഡിയോ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. 2025 ഈസ്റ്റർ ദിന പോഡ്കാസ്റ്റായിട്ട് കരവാജിയോയുടെ മഗ്ദലിൻ നിർവൃതി എന്ന ചിത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ദില്ലി ദാലി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ സുമനസ്സുകൾക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. സ്നേഹപൂർവ്വം, എസ്. ഗോപാലകൃഷ്ണൻ.